ഹലോ, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാട്ടിൽ ഞങ്ങൾ ഇന്ന് തിരിച്ചു പോവുകയാണ്, തിരിച്ച് ഓസ്ട്രേലിയയിലേക്ക്. കുറച്ച് ദിവസത്തെ ഒരു വെക്കേഷൻ വന്നായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഓസ്ട്രേലിയക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊരു വീട് വെച്ചായിരുന്നു. അതിൻ്റെ ഒരു ഹോം വ്ലോഗാണ് ചെയ്യുന്നത്. നാട്ടിൽ പിന്നെ ഭയങ്കര ചൂടാണ്, ചൂടും ഹ്യൂമിഡിറ്റിയും നിൽക്കാൻ പറ്റാത്ത എല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ന് നാട്ടിൽ വന്നത്. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂട്. അപ്പോൾ നമുക്ക് ഹോം വ്ലോഗ് കണ്ടാലോ. പലരും എന്നോട് ചോദിച്ച ചോദ്യമാണ്, നമ്മൾ നാട്ടിൽ ഇപ്പോൾ ഓസ്ട്രേലിയക്കൊക്കെ പോകുകയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു വീട് വെച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും. അപ്പോൾ അവരോട് ഞാൻ പറയാനുള്ളത്, അന്ന് ഓസ്ട്രേലിയക്ക് ഗൾഫിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ വീട് വെക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നത്. അപ്പം അന്ന് നമ്മൾ നാട്ടിൽ തിരിച്ചു വരും എന്നുള്ളതൊക്കെ ഓർത്തിട്ടാണ് അന്ന് വീട് വെച്ചത്. പണി തുടങ്ങി പകുതി ആയപ്പോഴാണ് UK പോയി, അത് കഴിഞ്ഞ് ഓസ്ട്രേലിയക്ക് പോയത്. അപ്പം എന്തായാലും വേറൊരു നമ്മുടെ ലൈഫിൽ തീരുമാനമാണ്. തിരിച്ച് കുറച്ച് ആൾ കഴിയുന്നതിന് എന്തായാലും തിരിച്ചു വന്ന് ഈ വീട്ടിലോട്ട്. പലരും ചോദിച്ചാണ്, ഇത് മണ്ടത്തരം ഇല്ലേ, ഇത്രയും വലിയ വീട് വെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഒത്തിരി പേര്. അപ്പം എന്തായാലും നമ്മുടെ ഒരു ആഗ്രഹമാണ് വീട്. അപ്പോൾ അതിൻ്റെ പേര് ഒരു വീട് വെച്ചതാണ്. അപ്പം ഇതൊക്കെയാണ് വീടിൻ്റെ മുൻവശത്തുള്ള ഇതൊരു നമ്മൾ ഡാഡി വെച്ചേക്കുന്നതാണ്. വലിയ ഇങ്ങനെ ടാങ്കിനകത്ത് എന്തുകൊണ്ട് പേര് ഇതിനകത്ത് കൊണ്ടുവന്ന് വെച്ച് ചെയ്യാണ്. കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട്, ഇതൊക്കെ നമ്മുടെ ഡാഡിയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു വിനോദങ്ങളാണ്. നാട്ടിൽ കൃഷിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഡ്രാഗൺ ഫ്രൂട്ട്. ഇനി അപ്പുറത്ത് വീടുണ്ട്, അപ്പുറത്ത് വീടിൻ്റെ ടെറസിൻ്റെ അവിടെ എല്ലാം കൊണ്ടുവന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചേക്കുവാണ്. ഡ്രാഗൺ ഫ്രൂട്ടിന് വേണ്ടിയാണ് തോന്നുന്നത് എനിക്ക് ഇവിടെ തേനീച്ച കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ തേനീച്ചയുണ്ട്. അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ കടി കിട്ടും. ഇന്ന് തിരിച്ച് പോകാനുള്ളതാണ്. ഇത് ഇവിടെ കൊണ്ടുവന്ന് കുറേ ഇതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വെളിയിലുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് വീടിൻ്റെ അടുത്തോട്ട് പോകാം. വീടിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പാക്കിംഗ് ഒക്കെ ആയതുകൊണ്ട് കുറച്ച് ഇതായിട്ടൊക്കെ കിടക്കുവാണ്. ചുമ്മാ ഒരു ഹോം വ്ലോഗ് ചെയ്യാമെന്ന് വെച്ചുകൊണ്ടാണ് ഇത്. ഞാൻ കൊറോണയ്ക്ക് ഗൾഫിൽ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനൊരു വീഡിയോ കൊണ്ട് സ്റ്റാർട്ട് ചെയ്തത്. അന്നൊന്നും ആരും പ്രതീക്ഷയില്ല നമ്മൾ UK പോകുമ്പോൾ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് പോകുമെന്നൊന്നും വിചാരിച്ചതേ ഇല്ല. അപ്പം അന്നത്തെ ഒരു നമ്മുടെ ഇത് വെച്ച് നമ്മൾ വെച്ചതാണ്. ഒരു ആർക്കിടെക്റ്റിനെ കൊടുത്തു. ആർക്കിടെക്റ്റ് നമ്മൾക്കുള്ള ആവശ്യമുള്ള റിക്വയർമെൻറ്റ്സൊക്കെ അവർ വാങ്ങിച്ചിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള രീതിയിലാണ് ഇവയെല്ലാം ചെയ്തേക്കുന്നത്. എന്ത് പരിപാടി? ഇന്ന് പോവില്ലേ? എന്തുണ്ടാക്കി തരുന്നത്? എനിക്ക് കോവയ്ക്ക, ചീരക്കിഴങ്ങ്, ഓക്കെ. പിന്നെ നെത്തോലി വറുത്തത്. മത്തിയുണ്ടോ? ആര് പോയി? അമ്മ പോയോ? ഇതൊരു കിച്ചണാണ്. കിച്ചൺ അല്ലേ? ഇന്ന് പോവാ. ഹാപ്പിയാണോ അതോ സാഡാണോ? എന്താ മിസ് ചെയ്യുന്നേ? അമ്മച്ചി അപ്പച്ചനെ മിസ് ചെയ്യോ? നമുക്ക് നെക്സ്റ്റ് ഇയറും വരാം. ഇതൊന്നും ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്തിട്ടിട്ടില്ല എല്ലാം. ഇതൊരു ബെഡ്റൂം, പിന്നെ അതിൻ്റെ ടോയ്ലറ്റ്. മാസ്റ്റർ ബെഡ്റൂം കിടക്കാറാൻ കൊള്ളത്തില്ല. മാസ്റ്റർ ബെഡ്റൂം എല്ലാം പാക്കിങ്ങിൻ്റെ ഒക്കെ ആയിട്ടുള്ള ഇതായിട്ട് കിടക്കുകയാണ്. മാസ്റ്റർ ബെഡ്റൂം ഇത് ഒഴിവാക്കുന്നു. നമുക്ക് മേലോട്ട് പോകാം. ഇത് ടോട്ടൽ 4 ബെഡ്റൂമാണ്. 4 ബെഡ്റൂമും ഒരു റൂം ഞാനൊരു ഹോം തിയേറ്ററായിട്ട് പണിഞ്ഞതാണ്. പക്ഷേ ഹോം തിയേറ്റർ നമ്മളിവിടെ നിന്ന് സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. പിന്നെ അങ്ങനത്തെ ഒരു റൂം അത് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ റൂമായിട്ട് മാറ്റി. ഇതാണ് ആ ബെഡ്റൂം നല്ല റൂം. ഒരു ഫാമിലി ഇതൊന്നും ആക്കി വെച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇതാക്കിയിട്ടേ ഉള്ളൂ ഈ റൂം. ഇതൊരു ബെഡ്റൂം. ആ ബെഡ്റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ ആണത്.
നാട്ടിൽ എന്തോ ഒരു ചൂടെന്ന് പറഞ്ഞാൽ ചൂട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയ സമയം ചൂടായിരുന്നു. ഇത് ഇവിടുത്തെ ഒരു റൂം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പണിഞ്ഞിട്ട് പിന്നെ ആരും ഉപയോഗിക്കാനില്ല. ആകെ ഡാഡിയും മമ്മിയും മാത്രമേ ഉള്ളൂ. അവർ വന്ന് കിടക്കും. അപ്പുറത്ത് ഒരു വീടുണ്ട്. പകല് മൊത്തം അവിടെ, രാത്രി കിടക്കാൻ വേണ്ടി മാത്രം ഇവിടെ. അപ്പം നമ്മുടെ ഗൾഫിലെ അധ്വാനത്തിൻ്റെ പകുതി കൂടുതൽ നമ്മൾ ഈ വീടിന് ചിലവാക്കി. ഇത് പുറത്തോട്ടുള്ളൊരു ഇതാണ്, അത് ഓർക്കാൻ പറ്റത്തില്ല. എല്ലാം നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് വീടാണ്. പക്ഷെ എന്താ പ്രവാസികളുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് സ്വസ്ഥമായിട്ട് കുറച്ചാൾ വന്ന് നിൽക്കാനുള്ള ഈ വീട് പണിഞ്ഞ് പാലുകാഴ്ച കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു 10 ദിവസം ഞങ്ങൾ കഷ്ടിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് തിരിച്ച് ഓസ്ട്രേലിയക്ക് പോയി. അത് കഴിഞ്ഞാണ് 1 വർഷം കഴിഞ്ഞപ്പോൾ നല്ലൊരു 15 ദിവസത്തിന് പിന്നെയും വന്നു, പിന്നെയും പോവുകയാണ്. ഇതാണ് ശരിക്കും. പലരും ചോദിക്കും വീട് വെക്കുന്നത് നല്ലതാണോ അല്ലെങ്കിൽ ഓസ്ട്രേലിയക്ക് നിന്നിട്ട്. ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരു നാട്ടിൽ വെക്കേഷനൊക്കെ വരുമ്പോൾ എന്നും നമുക്ക് വേറെ വീട്ടിൽ നിൽക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ തിരിച്ചു വരാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വീട് വെക്കാൻ പോവാം. അല്ലെങ്കിൽ പിന്നെ അതൊരു ഡെഡ് മണിയാണ്. എന്തായാലും ഞാൻ കുറച്ചാൾ കഴിയുമ്പോൾ എന്തായാലും തിരിച്ചു വരും. അതിൻ്റെ ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി ഫ്യൂച്ചറിലാണ് എന്തോന്ന് അറിയത്തില്ല. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ഇതൊരു ചെറിയൊരു കോർട്ട്യാർഡ്. ഇത് എൻ്റെ ഒരു ഫേവററ്റ് ആയിരുന്നു. എൻ്റെ അടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഊഞ്ഞാൽ കാണാനുള്ള ആഗ്രഹത്തിലാണ് ഊഞ്ഞാൽ സെറ്റ് ചെയ്തത്. അമ്മ എന്തെടുക്കുക ഇനി പോവാം. അമ്മി ഇനി എന്തൊക്കെ ഉച്ചക്കത്തേനുണ്ടായി ലാസ്റ്റ് ഉച്ചയ്ക്കൂടെ കഴിച്ചിട്ട് ഇറങ്ങും. എന്താണോ ക്യാമറ ഉപയോഗിക്കുന്നത്? പറ എന്തേലും. ഒന്നും എനിക്ക് പറയാനില്ല. സന്തോഷത്തോട് പോവുക, തിരിച്ചു വരിക, വല്ലപ്പോഴും ഞങ്ങളെ ഒന്ന് കാണുക. അത്ര പറയാനുള്ളൂ. ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ? ചോറ്, ചമ്മന്തി ഉണ്ടോ? എന്താ വെച്ചാൽ നാരങ്ങ മാങ്ങ വെച്ചത്? ഇത് മതി, ഇത് ധാരാളം. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്ന കാറിനെക്കാട്ടിലും നമ്മൾ 2014 വാങ്ങിച്ച നമ്മുടെ ഈ ഒരു സാരഥിയാണ് നമ്മുടെ കൂടെ എപ്പോഴും ലോക്കൽ ഓട്ടത്തിനുമെല്ലാം ഇതിനെ ഞാൻ എടുക്കാറുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇതിനെയാണ്. ഇടയ്ക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ ബാറ്ററി ഒന്ന് റീചാർജ് ചെയ്യും. വേറെ ഇതൊന്നും ഇതൊരു കംപ്ലൈൻറ്റ് വഴിയിലൊന്നും കിടന്നിട്ടില്ല. ഇടയ്ക്ക് അനിയൻ വരുമ്പോൾ അനിയൻ യൂസ് ചെയ്യും. അങ്ങനെ ഇരിക്കണം. ഇവൻ്റെ പുറത്ത് കയറി അത് പോകുന്നത് വേറെ ഒരു വൈബാണ്. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നൊരു ഹോം വീഡിയോയിൽ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ.